نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم خذ العفو وأمر بالعرف وأعرض عن الجاهلين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, രഹസ്യമായും പരസ്യമായും ഒറ്റക്കും കൂട്ടായും രാത്രിയും പകലും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചും സൂക്ഷിച്ചും തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബാദുർ റഹ്മാൻ്റെ വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാം. ഈ ആയത്തിൻ്റെ തുടക്കം, അതിലെ ആദ്യ ഭാഗം അതാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. ജീവിതത്തിൽ വിനയം എന്നത് വിശ്വാസികളുടെ ലക്ഷണവും സ്വഭാവവുമാണ്. അതിന് വിരുദ്ധമാണ് അഹങ്കാരം. വാക്കിലോ പ്രവൃത്തിയിലോ നടത്തത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ ഒന്നും അഹങ്കാരം അരുത്, വിനീതരായിരിക്കണം എന്ന പാഠമാണ് നമ്മൾ ഒന്നാമതായിട്ട് അതിൽ നിന്ന് പഠിച്ചത്. ആ ആയത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അതൊരു നിലപാടാണ്. ജാഹിലുകളുമായി സംവദിക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ജാഹിലുകൾ, ജാഹിൽ എന്തെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വിഡ്ഢി എന്നൊക്കെ പറയും. ചിലപ്പോൾ വിഡ്ഢി അതിനങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരിക്കാം. വിവരമില്ലാത്തവർ എന്ന് പറയും, അതും അതിൻ്റെ ഒരു അർത്ഥമായിരിക്കാം. വിവേകമില്ലാത്തവർ, വിവരമുണ്ട്, നല്ല സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള വലിയ ആളാണ്, പക്ഷെ ഒരു വിവേകത്തിൻ്റെ കുറവുണ്ട്, അപ്പം അതും ജാഹിലാണ്. ഇങ്ങനെ ഈ ജാഹിൽ എന്ന് പറയുന്ന, ജഹിൽ എന്ന് പറയുന്ന അജ്ഞത, അവിവേകം, കാര്യബോധമില്ലായ്മ, ഇങ്ങനെ ഒക്കെ ഒരവസ്ഥ അത് മനുഷ്യരുടെ കൂട്ടത്തിൽ കുറേ ആളുകൾക്കുണ്ടാവും. കുറേ മനുഷ്യർ പലതരക്കാരാണ്. അപ്പോൾ പലതരക്കാരാകുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ ആളുകളും ഉണ്ടാകും സമൂഹത്തിൽ. ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ അങ്ങനെ ആയിരിക്കാം. അത് മറ്റുള്ളവരാണ് വിലയിരുത്തേണ്ടത്. നമ്മൾ ഏത് രൂപത്തിലുള്ളതാണെന്ന് നമ്മളുമായി ഇടപെടുന്ന മറ്റുള്ളവർക്കാണ് മനസ്സിലാവുക. എന്തായിരുന്നാലും വിശ്വാസികളുടെ ഇബാദുർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട കരുണാവാരിധിയായ തമ്പുരാൻ്റെ ഇഷ്ടദാസന്മാർ, അവരുടെ ഈ രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അവർ ഈ അവിവേകികൾ അവരുമായിട്ട് സംവാദത്തിന് വന്നാൽ, സംവാദം മീൻസ് അവരുമായിട്ട് സംവദിക്കാൻ വന്നാൽ, ചർച്ച ചെയ്യാൻ, സംസാരിക്കാൻ വന്നാൽ, ഈ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ
ഖാലു സലാമ, അവരത് വിട്ടേച്ച്, അയാളെ വിട്ടേച്ചു മെല്ലെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതാണ് അതിൻ്റെ അർത്ഥം, താല്പര്യം. ഇതൊരു നിലപാടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ നിലപാട് നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ അന്തസ്സ് നിലനിർത്താൻ, നമ്മുടെ അഭിമാനം നിലനിർത്താൻ ഇത് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു നിലപാടാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാഹിൽ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഈ വിവേകം കുറഞ്ഞ ആള്, അല്ലെങ്കിൽ വിവേകം ഇല്ലാത്ത ആള്, അല്ലെങ്കിൽ അറിവില്ലാത്ത ആള്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേക സ്വഭാവം, നമ്മൾ പറയും ചില മനുഷ്യർ ഒരു പ്രയോഗമുണ്ട്, അവൻ്റെ ചെവി, അവൻ പിടിച്ച മുയലിന് 3 ചെവിയാണെന്ന് അംഗീകരിക്കില്ല. ശരിക്കും നമ്മളൊരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ഒരു വിഷയം ഒരാളുമായിട്ട് ഒരു സംസാരം, ഒരു വിഷയം ചർച്ച ചെയ്യുന്നു, അതിലെ ശരിയായ നിലപാട് എന്താണ്, അതിൻ്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് സംസാരിക്കും. അപ്പം എന്താണ് അതിൻ്റെ ശരിയായ അവസ്ഥയും നിലപാട് എന്ന് വ്യക്തമാകുന്നത് വരെ നമ്മൾ ചർച്ച ചെയ്യും. അത് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ അത് ചർച്ചയിൽ പ്രസക്തിയില്ല. പക്ഷെ ചില ആളുകൾക്ക് എന്താണ് സ്വഭാവം എന്ന് വെച്ചാൽ അവരത് അംഗീകരിക്കില്ല. അങ്ങനെയല്ലെന്ന്, ശരിയല്ലെന്ന്, ഞാനത് അംഗീകരിക്കില്ലെന്ന് എന്നൊരു നിലപാട് വളരെ വ്യക്തമായി തെളിഞ്ഞ സത്യത്തിൻ്റെ കാര്യത്തിൽ പോലും എടുക്കും. എന്നിട്ട് പിന്നെ തർക്കിക്കും. ഈ തർക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മോശപ്പെട്ട കാര്യമാണ്. തർക്കത്തിൽ ബർക്കത്തില്ല എന്നൊരു ചൊല്ല് നമ്മുടെ മലയാളത്തിലുണ്ട്. തർക്കത്തിൽ ബർക്കത്തില്ല. വെറുതെ തർക്കിക്കാം. ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെയും അതിനപ്പുറത്ത് പറയുന്നതാണ് ഈ തർക്കം എന്ന് പറയുന്നത്. ഒരു സംഗതി സംസാരിച്ചു, അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ക്ലിയറായി, പിന്നെ അതിനപ്പുറത്ത് പിന്നെയും പറയാം. അങ്ങനെ പറയുമ്പോഴാണ് തർക്കം. ഈ തർക്കം സമൂഹത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും. അത് വ്യക്തികളുടെ ജീവിതത്തിൽ, സാമൂഹ്യ രംഗത്ത്, സംഘടനാ രംഗത്ത്, പ്രസ്ഥാന രംഗത്ത്, പിന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല മേഖലകളിലും ഇത്തരം ചില ആളുകളുടെ നിലപാടിൻ്റെ കൊണ്ട് ഉണ്ടായിത്തീരുന്ന തർക്കങ്ങൾ, അതിന് പിന്നെ നമ്മുടെ സാമുദായികമായ നമ്മൾ പിന്നെ മതസംഘടനകളുടെയോ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ അതിനാണ് നമ്മൾ വാദപ്രതിവാദം എന്നൊക്കെ പറയും. കണ്ടിട്ടില്ലേ? തീരാത്ത വാദപ്രതിവാദങ്ങൾ, സ്ഥിരം സ്റ്റേജുകളൊക്കെ ഉണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ. എന്നാൽ പണ്ടൊക്കെ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. സ്ഥിരം സ്റ്റേജ്. ഇന്ന് ഇവർ പറയുന്നു, നാളെ മറ്റൊരു പറയുന്നു, പിന്നെ ഇവർ പറയുന്നു. ഒരു കാലത്തും തീരുന്നില്ല തർക്കം. തീരാത്ത തർക്കങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ. ഇത് വലിയ തലം ചെറിയ തലം ഒക്കെ ഉണ്ട്. കുടുംബങ്ങളിലുണ്ട് ഈ തർക്കം. പല കുടുംബങ്ങളുടെയും ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് പറയുക? തീരാത്ത തർക്കം. രാവിലെ എണീറ്റ് തുടങ്ങിയ തർക്കം തുടങ്ങി വൈകുന്നേരം വരെ. പലപ്പോഴും നമ്മളൊക്കെ ഈ ചെറിയ രൂപത്തിൽ നമ്മൾ സമൂഹത്തിൽ നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തുള്ളത് കൊണ്ട് പലപ്പോഴും പല കേസുകളിലോ അല്ലെങ്കിൽ ചില സംഗതികളിലൊക്കെ നമ്മളങ്ങ് ഇടപെടേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളങ്ങ് ഇടപെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തങ്ങ് എത്തും. എന്നിട്ട് പിന്നെ നിങ്ങളൊന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് സംസാരിച്ച് നോക്കാം. സംസാരിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയോ? ഈ തർക്കം എന്ത് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞതിനൊക്കെ എതിരെ അവിടുന്ന് പറയും, അവിടുന്ന് പറയുന്നതിനൊക്കെ എതിർപ്പെടുന്നും പറയും. ഒരു കാര്യത്തിലും യോജിപ്പില്ല, ഒന്നിലും യോജിക്കില്ല എന്ന കാര്യത്തിൽ മാത്രമേ യോജിക്കൂ. ഇങ്ങനെ തുടരുന്ന തർക്കങ്ങൾ എപ്പോഴും ഇത് കുടുംബത്തിൽ, ദമ്പതികൾക്കിടയിൽ ഇത് കണ്ടു വളരുന്ന അവിടെ ഉണ്ടാകുന്ന അത് ഈ ദമ്പതികൾ ഇങ്ങനെ നിരന്തരം തർക്കിച്ച് തമ്മിലടിച്ച് രാവിലെ തുടങ്ങി വൈകുന്നേരം പാതിരാ വരെ തുടരുന്ന അടി, അല്ലേ? അടി എന്ന് പറഞ്ഞാൽ ഇത് ശാരീരികമായ തല്ലായിരിക്കല്ലേ ചിലപ്പോൾ. ഈ പറഞ്ഞ ഈ തർക്കം എല്ലാത്തിലും, തൊട്ടതിനും പിടിച്ചതിനൊക്കെ തർക്കം. ഇങ്ങനെ ഇത് കണ്ട് വളരുന്ന, ഇതിൻ്റെ അടിയിൽ വളരുന്ന കുറേ മക്കളുണ്ട്, കുട്ടികളുണ്ടാവും. അവരനുഭവിക്കുന്ന മാനസികവും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെ. അത് വലിയ പഠനമാണ്. അപ്പോൾ എവിടെ പോയിന്റ് കിടക്കണമെന്ന് അറിയും. ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ മറ്റേ ആൾ അതിനും ഇന്നൊന്നും ഇങ്ങോട്ട് പറഞ്ഞു, അപ്പോൾ പിന്നൊന്ന് അങ്ങോട്ടും കൂടെ പറയാൻ തോന്നുകയാണെങ്കിൽ അവിടെയാണ് പ്രശ്നം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പറയും. അതായത് ഇത് അംഗീകരിക്കില്ല എന്നതാണ് ഒരു സംഗതി. ഈ മാനസികാവസ്ഥ ഉള്ള ആളുകൾ, ഈ ജാഹിൽ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആളുകൾ, അവരൊരിക്കലും ഒരു സത്യത്തെ അംഗീകരിക്കില്ല, ഒരു നിലപാട് അവർക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയിൽ തെറ്റുണ്ടെന്ന് ഒരിക്കലും അംഗീകരിക്കില്ല. ഈ തർക്കത്തിൻ്റെ വേറൊരു സ്വഭാവമായിരിക്കും. അത് നിന്റെ ഭാഗത്താണ് തെറ്റ്, എൻ്റെ അടുത്ത് എന്ത് തെറ്റ്? ഞാൻ ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും തെറ്റ് പറ്റാത്ത ആളാണെന്നാ പറയാം. എൻ്റെ നല്ല നിങ്ങളാ തെറ്റ്, അവനാ തെറ്റ്, ഞാൻ എപ്പോഴും ശരിയാണ്, ഞാൻ എന്നും ശരി, എപ്പോഴും ശരി, ഒരു തെറ്റും പറ്റാത്ത. ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയായിട്ട് മനുഷ്യന്മാർ നടക്കും. അപ്പം ഇങ്ങനെ ഇത് കുടുംബത്തിലാണെങ്കിലും ശരി, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ശരി, നമ്മുടെ എന്താ പറയുക സംഘടനയ്ക്കുള്ളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കുള്ളിലാണെങ്കിലും ശരി, നമ്മുടെ മറ്റേത് സംവിധാനത്തിനുള്ളിൽ ക്ലബിലാണെങ്കിലും ശരി, എല്ലായിടത്തും കാണും. അപ്പം അവിടങ്ങളിലൊക്കെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് ഒരു ഉയർന്ന നിലവാരത്തെ സംബന്ധിച്ചും
നിലപാടിനെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ഓക്കെ, അത് ശരിയായിരിക്കും. അപ്പം പക്ഷെ എൻ്റെ ഒരു ധാരണ എങ്ങനെയായിപ്പോയി, ഇത് പറഞ്ഞത് ശരിയായിരിക്കാം, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ഓക്കെ എന്നാ പറഞ്ഞു, നമ്മൾ ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മാന്യമായി ഒഴിഞ്ഞു പോകണം എന്നാട്ടോ. മാന്യമായിട്ടല്ല അവനെ ആക്ഷേപിച്ചും കുത്തിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രൂപത്തിൽ അവനെ പറഞ്ഞ് ശരിയാക്കിയിട്ട് പോകും, അങ്ങനെയല്ല. സലാമ, സമാധാനപൂർവം അവനെ വിട്ടൊഴിഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകണം. ഇത് വിശ്വാസികളുടെ ഒരു നിലപാടായിരിക്കുന്നത്. അത് ഖുർആനിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. വൈദാ സമിഉ ലഗ്വ അറളു അൻ. ഒരു അവിവേകം, ഒരു തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് കേൾക്കേണ്ടി വന്നാൽ അതിൽ നിന്ന് അവർ തിരിഞ്ഞ് അത് ഒഴിവാക്കി വിട്ടിട്ട് അവർ പോകും. എന്നിട്ട് അവർ പറയുന്നത് നിലപാടെന്ന് അറിയുമ്പോൾ കാലു അഅ്മാലുന കാലു ലന അഅ്മാലുന വലക്കും അഅ്മാലുന. ഞങ്ങളുടെ അമലുകൾ ഞങ്ങൾക്ക്, നിങ്ങളുടെ അമലുകൾ നിങ്ങൾക്ക്. ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കും, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. ഞങ്ങൾ ചെയ്തതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ കർമ്മങ്ങളുടെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ അനുഭവിക്കും, നിങ്ങളുടെ നിങ്ങൾ. നമുക്കിടയിൽ സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഈ അവിവേകളുമായിട്ടുള്ള ഇത്തരം തർക്കത്തിനില്ല. നോക്കൂ, ഇതെവിടെ, ഇതൊക്കെ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സംഘടനാപരവും പ്രാസ്ഥാനികവും ഒക്കെ ആയിട്ടുള്ള അല്ലേ, നമ്മൾ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ പല സംഘടനകളായിട്ടൊക്കെ തിരിഞ്ഞാണല്ലോ പ്രവർത്തിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു കൂട്ടർക്ക് തോന്നുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നു. അതല്ല, ഇതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടതെന്ന് വേറൊരു കൂട്ടർക്ക് തോന്നുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. ഇതെല്ലാത്തിനും അപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മളെ നയിക്കാനും ഭരിക്കാനും അള്ളാഹുവിൻ്റെ പ്രവാചകനില്ല, അല്ലെങ്കിൽ ഒരു അമീറില്ല, ഒരു ഖലീഫയില്ല, ഒന്നുമില്ല. അപ്പം മുസ്ലിങ്ങൾ ഒരു നാഥനില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ലോകാടിസ്ഥാനത്തിൽ, അല്ലേ? അത് ഇന്നത്തെ ഒരു പ്രത്യേക അവസ്ഥ. അപ്പോൾ ഗ്രൂപ്പായിട്ട് നമുക്ക് കുറച്ച് ആളുകൾ ചിന്തിക്കുകയാണ്, ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. വേറൊരു കൂട്ടർ പക്ഷെ പരസ്പരം ശത്രുക്കളായിട്ട് കണ്ട് ഒരു മുസ്ലിം സംഘം മറ്റേ മുസ്ലിം സംഘത്തെ ശത്രുവായിട്ട് കാണുക, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ശത്രുവായിട്ട് കാണുക, എന്നിട്ട് തർക്കിക്കുക, സംവദിക്കുക, വാദം പ്രതിവാദം, അടി, ഈ പരിപാടി ലാ നബ്തഗിൽ ജാഹിലീൻ സലാമുൻ അലൈക്കും. ഞങ്ങളുടെ നിലപാട്, എൻ്റെ നിലപാട് ഇതാണ്, ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നു, നിങ്ങൾക്കത് ശരിയല്ലെന്ന് തോന്നുന്നു എങ്കിൽ നമ്മൾ കൂടുതലായിട്ട് തർക്കത്തിനില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ് സത്യവിശ്വാസികൾ. അയറന്നു വേണം കേട്ടോ, അയറന്നു. വൈദാ സമയമില്ല അയറന്നു വേണ്ടു. വിട്ടൊഴിഞ്ഞു പോകുന്നവർ, ഒഴിവാക്കി പോകുന്നവർ, ആ നിലപാടാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുന്ന നിലപാട് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ. അൻ അബീ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന സഈമുൻ ബിബൈത്തിൻ ഫീ റബലിൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീട് ഞാൻ ഇത് അവർ ഓഫർ ചെയ്യുന്നു, വാഗ്ദാനം. ആർക്കെന്നറിയോ? ലിമൻ തറക്കൽ മിറാ. തർക്കം ഉപേക്ഷിച്ചവന് വൈൻകാന മുഹിഖൻ. അത് സത്യമാണ് അയാളുടെ നിലപാട്, അയാൾ പറയുന്നത് സത്യ. പക്ഷെ ഇത് തർക്കിച്ച് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു സംഗതിയല്ല. ഒരിക്കൽ പറയാം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഒരു ഖൗൽ, റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. ഞാൻ മറ്റൊരാളുമായിട്ട് സംവദിക്കുന്നെങ്കിൽ സത്യം എന്തെന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം. ബോധ്യപ്പെട്ട് കഴിഞ്ഞ് നിർത്തി. പിന്നെ അതിനപ്പുറത്ത് അയാൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അയാളെ പറഞ്ഞത് ഫലിപ്പിക്കാൻ ആ ഉത്തരവാദിത്തം എനിക്കില്ല. ഒരു സംഗതി ഒരാളായിട്ട് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ മെറിറ്റ് എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അതിനപ്പുറത്തേക്ക് പിന്നെ ഇല്ല. സത്യമാണെങ്കിലും സത്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും തർക്കത്തെ ഉപേക്ഷിച്ചവൻ അവന് സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഞാനൊരു വീട് ഉറപ്പ് നൽകുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസിന്റെ ബാക്കി ഇങ്ങനെയുണ്ട്, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ് വഇൻ കാന മാസിഹ. ഇനി സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതാർക്കെന്നറിയോ? കളവ് പറയുന്നത് ഉപേക്ഷിച്ചവൻ. കള്ളം പറയില്ല. വഇൻ കാന മാസിഹ, തമാശക്ക് പോലും കളവ് പറയില്ല. അത്രയും ഒരു കൃത്യമായ നിലപാടുള്ള സ്വഭാവശുദ്ധിയുള്ള ഒരു മനുഷ്യനാണോ അവന് സ്വർഗത്തിന്റെ മധ്യത്തിലാണ് ഞാൻ വീട് വാഗ്ദാനം ചെയ്യുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി. വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസുന ഖുലുഖു. സ്വർഗത്തിന്റെ ഉന്നത ഭാഗത്ത്, ഉയർന്ന ഭാഗത്ത് ഞാനൊരു വീട് ഓഫർ ചെയ്യുന്നത് ആർക്കാണെന്നറിയോ? ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ സ്വഹീഹായ ഹദീസ്. അപ്പൊ ഇവിടെ എന്താണെന്നറിയോ? സത്യമാണെങ്കിലും തർക്കം ഉപേക്ഷിച്ചവൻ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. തർക്കത്തിനില്ല, വാദപ്രതിവാദത്തിനില്ല. ഈ പറഞ്ഞ അർത്ഥത്തിൽ, നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ ഗുണപരമല്ലാത്ത സംവാദങ്ങൾക്കില്ല. ഖുർആനിൽ സംവാദത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ.
വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ അവർ ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിന്റെ റബ്ബിലേക്ക് ആളുകളെ ക്ഷണിക്കണം. നമ്മൾ ദഅവാ പ്രവർത്തനം നടത്തണം. ഇസ്ലാമിനെ അറിയാത്ത ആളുകൾക്ക് ഇസ്ലാം പരിചയപ്പെടുത്തണം. ആളുകളെ മനസ്സിലാക്കി കൊടുക്കണം. അവരെ ദീനിലേക്ക് ക്ഷണിക്കണം. ഇതൊക്കെ നമ്മുടെ ബാധ്യതയും കടമയാണ്. അതെങ്ങനെ ചെയ്യണം? ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, അത് വളരെ യുക്തിപൂർണമായ രൂപത്തിലായിരിക്കണം ചെയ്യേണ്ടത്. വൽ മൗഇദത്തിൽ ഹസന, സദുപദേശത്തോടു കൂടി ചെയ്യണം. വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സംവദിക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ സംവദിക്കണം. അപ്പൊ സംവാദമുണ്ട്, അത് സ്നേഹ സംവാദം. അതിനാ നമ്മളാ പേരിട്ടിരിക്കണം അല്ലേ? നമ്മൾ സ്നേഹ സംവാദം നടത്തണം, മാന്യമായ സംവാദം നടത്തണം. ഒരു കാര്യം ഒരാൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം, അതിനപ്പുറത്തേക്ക് അത് കടന്നു പോകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. വേറെ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞ ഹുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കണം. വിട്ടുവീഴ്ച നിലപാട്, ഏത് വിഷയത്തിലും വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കണം. വഉമുർ ബിൽ ഉർഫ്, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചുകൊണ്ടിരിക്കണം. വഅരിൽ അനിൽ ജാഹിലീൻ, അവിവേകികളെ, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഈ കുതർക്കികൾ എന്നൊക്കെ അവർക്ക് പറയാട്ടോ. എന്തിലും തർക്കത്തിനും ഒന്നും സത്യം അംഗീകരിക്കില്ല. എപ്പോഴും ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ അവഗണിച്ച് ഒഴിവാക്കി പോകണമെന്ന് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഇത് വളരെ ശരിയാണ്, വളരെ ശരി. ഒരുപാട് ഉദാഹരണങ്ങളും സംഭവങ്ങളും നമ്മുടെയൊക്കെ മനസ്സിൽ വരും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഇതിലൊക്കെ ചെയ്യുക, നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യൂ എന്നൊക്കെ പറയുമല്ലേ ഈ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ. നമുക്കൊക്കെ മെൻഷൻ ചെയ്യാം. നമ്മളാരും, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളാരും മെൻഷൻ ചെയ്യുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ നമ്മൾ വേറൊരാളെ കുറിച്ച് ചിന്തിക്കും. എപ്പോഴും അങ്ങനെയാണ്. നമ്മളെക്കുറിച്ചല്ല ചിന്തിക്കുക. ഒരു കാര്യം കേട്ടാൽ അത് അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാണോ നമ്മളുള്ളതെന്ന് നമ്മൾ ചിന്തിക്കണം. അത്തരക്കാരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ഇടപാടുകളിൽ നമ്മൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്താവുമെന്നറിയോ, അവനെ പോലെ നമ്മളും ആവും, അവരെ പോലെ നമ്മളും ആകും. അങ്ങനെ ആവേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നുള്ള ഒരു കഥയുണ്ട്. ഒരു കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കഥയാണ്. ഒരു പുലിയും ഒരു കഴുതയും തമ്മിൽ തർക്കിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഥ, ഒരു പക്ഷെ വായിച്ചു. പുലിയും കഴുതയും തമ്മിൽ തർക്കം. പുലി പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണ്. കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം കറുപ്പാണ്. തർക്കം കോടതിയിലെത്തി. രാജാവിന്റെ കോടതിയിൽ സിംഹം, അല്ലെ, സിംഹത്തിന്റെ കോടതിയിലെത്തി. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞങ്ങളുടെ പ്രശ്നം ഇതാണ്. പുലി പറഞ്ഞു, ഞാൻ പറയുന്നു പച്ച നിറമാണ് പുല്ലിനെന്ന്. കഴുത പറയുന്നു, ആര് പറഞ്ഞു? പുല്ലിന്റെ നിറം കറുപ്പാണ്. രാജാവ് വിധിച്ചു, തെറ്റായ കാര്യം ചെയ്തതിന് പുലിക്ക് 6 മാസം തടവ്. തെറ്റായ കാര്യം ചെയ്തതിന് പുലിക്ക് 6 മാസം തടവ്. എന്താണ് തെറ്റായ കാര്യം? പുലി പറഞ്ഞത് സത്യമല്ലേ? പുലി പറഞ്ഞത് സത്യമാണല്ലോ. പുല്ലിന്റെ നിറം പച്ചയല്ലേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? പുല്ലിന്റെ നിറം പച്ച. പുല്ലിന്റെ നിറം എന്തോ പച്ചയാണോ എന്നല്ല. കഴുതയുമായിട്ട് തർക്കിക്കാൻ പോയി. കഴുതയുമായി തർക്കിക്കാൻ പോയി. നീ പുല്ലിന്റെ നിറം പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്ത് നീ ചെയ്തിട്ടുള്ള തെറ്റാ. മേലിൽ കഴുതയോട് തർക്കിക്കരുത്, 6 മാസം നിനക്ക് തടവെന്ന് പറഞ്ഞു. ഇതൊരു കഥയാണെന്ന് നമ്മളിവിടെയൊക്കെ വായിക്കുന്ന കഥയാണ്. ഇത് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നൊരു സംഗതി. കഴുത എന്ന് പറഞ്ഞ ഇവിടെ ജാഹിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പര്യായമായിട്ട് വേണമെങ്കിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. അത് കുടുംബത്തിൽ ശ്രദ്ധിക്കണം, സുഹൃത്തുക്കൾക്കിടയിൽ ശ്രദ്ധിക്കണം, നമ്മുടേതായ കൂട്ടായ്മകൾ, ഏത് കൂട്ടായ്മകളിലും ശ്രദ്ധിക്കണം. നിലപാട് ലാ നബ്തഗിൽ ജാഹിലി, സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലി. ഒരു തർക്കത്തിനും ഒരു സംവാദത്തിൽ പറഞ്ഞ കുഴപ്പത്തിനും ഞാനില്ല. സലാമുൻ അലൈക്കും വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമ, ഖാലൂ സലാമ, അസ്സലാമു അലൈക്കും. ഇതാണ് നിലപാട്. ചെറിയൊരു കാര്യമാണെന്ന് തോന്നും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും എന്ന് അനുഭവസ്ഥർ പറയുന്നു. അല്ലെങ്കിൽ നമുക്കൊക്കെ തന്നെ അനുഭവം ഉണ്ടായി തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. ഈ പറഞ്ഞ വിഷയത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ ഏറ്റവും പുതിയ നമ്മുടെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഇത് ബന്ധിപ്പിക്കാവുന്ന. ഉദാഹരണത്തിന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മലപ്പുറം ജില്ലയെക്കുറിച്ച്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ
ഇവിടെ വലിയ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണ് എന്നൊരു ക്യാമ്പയിൻ ഇപ്പം നടക്കുന്നുണ്ട്. ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പല രൂപത്തിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്. അവർക്കൊക്കെ അതിൻ്റെ ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. ആടിനെ പട്ടിയാക്കുക എന്ന് പറയില്ലേ, പട്ടിയെ പിന്നെ പേപ്പട്ടി എന്ന് പറയാ, തല്ലിക്കൊല്ല. അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. അങ്ങനെ ഇത് ഒരു അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ പിന്നിൽ. പല രൂപത്തിൽ നമ്മൾ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലക്ക് എന്താ കുഴപ്പം? നമ്മൾ ജീവിക്കുന്നത്, ഇപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ നടുക്ക് ഏതാണ്ട് മധ്യഭാഗത്ത് നമ്മൾ ജീവിക്കുക ഏതാണ്ട് അല്ലേ. നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കൂ നിങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ? നമ്മൾ എത്ര സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സാഹോദര്യത്തോടെ ഇവിടെ ജീവിക്കുന്നു. മുസ്ലിങ്ങൾ കുറച്ച് ഭൂരിപക്ഷം ഉണ്ട്, ഒരു 10% ചിലപ്പോൾ കൂടുതലുണ്ടാവും. പക്ഷെ മുസ്ലിങ്ങൾ മാത്രമാണ്. ഇടകലർന്ന് നമ്മൾ ജീവിക്കുകയാണ് ഇവിടെ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവരിൽ പല വിഭാഗങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെ ഉണ്ട്. എല്ലാവരുമായി നമ്മൾ വളരെ സ്നേഹത്തിലും ഐക്യത്തിലും സാധ്യമാകുന്നിടത്തൊക്കെ എല്ലാ കൂട്ടായ്മകളിലും നമ്മൾ ഒന്നിച്ചാണ്, ആഘോഷങ്ങളിൽ നമ്മൾ ഇത്ര മനോഹരമായി ഒരു പ്രശ്നം ഒരാൾക്ക് വന്നിരിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നിച്ചാണ് അത് ഏറ്റെടുക്കുന്നത്, നമ്മളത് കൈകാര്യം ചെയ്യുന്ന പരിഹരിക്കാൻ പോകും. അത് ഇങ്ങനെ പറയലല്ല ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന്. പക്ഷേ നമ്മളെക്കുറിച്ച് എന്തുമാത്രം അല്ലേ. പണ്ടൊരുക്ക് വായിച്ചിട്ടുണ്ട്, മലപ്പുറം ജില്ലയുടെ അരികിലൂടെ വണ്ടിയിൽ പോയപ്പോൾ പേടിച്ചു. ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ ബസ് ഇങ്ങനെ മലപ്പുറത്തിൻ്റെ ഓരത്തൂടെ കടന്നു പോയപ്പോൾ പേടി തുടങ്ങിയിരുന്നു. മലപ്പുറം തുടങ്ങി ഈ കോലത്തിൽ ഒമ്പിച്ച് പ്രചാരണമാണ്. പക്ഷെ അനുഭവസ്ഥർ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അവരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. വിഷയം അതല്ല. ഇപ്പം ഏറ്റവും പുതിയ സമയത്ത് ഒരാളാണല്ലോ അത് പറഞ്ഞത്. ഇപ്പോൾ മലപ്പുറത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ഒരു അവസരങ്ങളും അവർക്ക് കിട്ടുന്നില്ല, തൊഴിലുറപ്പ് പണിക്ക് മാത്രമേ അവർക്ക് പോകാൻ പറ്റുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉള്ള സംഭവം ഒക്കെ. ഇതിനെതിരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ വരുന്നിടത്ത് നമ്മൾ ഈ പറഞ്ഞ നിലപാട് പാലിക്കണമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നമുക്കതിന് വസ്തുതകൾ പറയാം. നിങ്ങൾ പറയുന്നത് പോലെ അല്ല, നിങ്ങൾ പറയുന്നത് ശരിയല്ല. അനുഭവങ്ങൾ സാക്ഷി, ആളുകൾ സാക്ഷി, സമൂഹം സാക്ഷി, ചരിത്രം സാക്ഷി, കാലം സാക്ഷി, ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് തെളിവുകളൊക്കെ നിരത്തി നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്ന് ലോകത്തോട് ഉദാഹരണ സഹിതം തെളിവുകൾ സഹിതം വിളിച്ചു പറയാം. അതൊക്കെ ശരിയാണ്. എന്നിട്ടത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടേതായ നിലവാരത്തിൽ നിന്ന് താഴ്ന്നു പോയിട്ട്, ഒരു വിശ്വാസിയുടെ സത്യവിശ്വാസിയുടെ നിലപാടിൽ നിന്ന് താഴ്ന്നു പോയിട്ട് 2 തെറി പറഞ്ഞാലേ സമാധാനം വരൂ എന്ന് പറഞ്ഞൊരു നിലപാടിലേക്ക് ആളുകൾ എത്തുക. ഇതിനും അങ്ങനെ വിടാൻ പറ്റില്ല. ഇതിന് 2 തെറി അവനെ പറഞ്ഞു, ഈ 2 തെറി ഒരാശ്വാസം തൽക്കാലം ഒരാൾക്ക് കിട്ടുക. പക്ഷെ ഇതാണ് കൂടുതൽ വിപരീത ഫലം ചെയ്യും. ഇത് ഈ മനുഷ്യനെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ഈ പ്രശ്നത്തെ കൂടുതൽ മോശപ്പെട്ട അവസ്ഥയും. അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണെന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്നൊക്കെ വളരെ കൃത്യമായും പരമാവധിയിലും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടേതായ അന്തസ്സും മാന്യതയും നമ്മൾ അവിടെ കാത്തു സൂക്ഷിക്കണം. ഇതൊക്കെ പറഞ്ഞിട്ടും ബോധ്യപ്പെട്ടിട്ടും പിന്നെയും അതിനപ്പുറത്തൊരാൾ പറയുകയാണെങ്കിൽ വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ആ പടു ജാഹിലുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകിൽ അവർ കുതർക്കികളാണ്, അല്ലെങ്കിൽ അവർക്ക് അജണ്ടകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മറ്റ് താല്പര്യങ്ങളാണ്. അപ്പം അവരുടെ നിലവാരത്തിലേക്ക് എത്തിയിട്ട് അവരെ പോലെ ആവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാട് ഇത്തരം വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇടപെടുന്നവരാണ്. ഇപ്പം എല്ലാവരും ഒറ്റപ്പെട്ട ആളുകളെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഇത്തരം സംഗതികൾ ഇല്ലാത്തുള്ളൂ. അപ്പോൾ പൊതുവേ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് ഏതൊരു വിഷയത്തിലും അന്തസ്സിന് നിരക്കാത്ത, നമ്മുടെ സംസ്കാരത്തിന് നിരക്കാത്ത, ദീനിന് നിരക്കാത്ത, ദീനിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ, അത് വാക്കിലായാലും കമൻറ്റിലായാലും പോസ്റ്റിലായാലും മറ്റെന്ത് രൂപത്തിലായിരുന്നാലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഒരു നിലവാരത്തിൽ വെച്ചുകൊണ്ട് പാലിച്ചുകൊണ്ടേ നമ്മൾ നിൽക്കാവൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ വിഷയത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളുണ്ട്. ഇതൊരു അവസാനത്തെ അനുഭവം ഒന്നായിരിക്കില്ല. കാരണം ഈ പറഞ്ഞില്ലേ, വലിയ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. ഒത്തിരി മനുഷ്യരിത്തിരി സമാധാനത്തോട് ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ അങ്ങ് ഉത്തരേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളെയും പോലെ ആക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല അവസരങ്ങൾ ഒരുക്കുക, അതിനും സജ്ജീകരണങ്ങൾ രംഗമൊരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനാരൊക്കെയാണ് പിന്തുണ, ആരൊക്കെയാണ് സപ്പോർട്ട് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ നമുക്ക് നല്ലതാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. എന്തായിരുന്നാലും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലപാടുകൾ അത് ഇസ്ലാമികമായിരിക്കണം, മാന്യമായിരിക്കണം.
പരിധി വിട്ട് കടന്നു പോകാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് പോകുന്നുവെങ്കിൽ സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, നിങ്ങൾക്ക് സലാം. ഇത്തരം അവിവേകികളുമായിട്ട് കൂടുതൽ സംവാദത്തിനും ചർച്ചക്കും ഞങ്ങളില്ലെന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ആ മാന്യത നമ്മൾ കാത്തു സൂക്ഷിക്കണം. പിന്നെന്താ വെച്ചാൽ തുബ്ലുന ഫീ അംവാലിക്കും വഅൻഫുസിക്കും വലതസ്മഉന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിലെ 156 പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പല ദുരനുഭവങ്ങളുണ്ടാവും, പലരിൽ നിന്നും നിങ്ങൾക്ക് പലതും കേൾക്കേണ്ടി വരും. അത് മുൻപ് വേദം നൽകപ്പെട്ടവർ അല്ലേ, മുമ്പ് വേദം നൽകപ്പെട്ടവർ നമ്മൾ ചേട്ടന്മാരെന്നൊക്കെ വിളിച്ചിട്ട് എത്രയോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 സന്തതി പരമ്പരയിൽ നിന്ന് വന്നതാ. ഒന്ന് ഇസ്ഹാഖ് നബിയിൽ നിന്നും മറ്റേ ഇസ്മായിൽ നബിയിൽ നിന്നും. അപ്പോൾ നമ്മൾ ചേട്ടന്മാരൊന്നും അനുജന്മാരെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും മാന്യമായിട്ട് കൊണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല, മറിച്ചുണ്ട്. പക്ഷെ കുറേ ആളുകളെങ്കിലും എങ്ങനെയൊക്കെയാ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഇത് അവരും ഇവിടെ ഭാഗത്തുനിന്ന് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പലരുടെയും പല ഭാഗത്ത് നമ്മൾ കേൾക്കുകയാണ്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. ധാരാളം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. ഇതുപോലുള്ളതും അതിനപ്പുറത്തുള്ളതൊക്കെ കേൾക്കും. വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമ അവലംബിക്കണം. ക്ഷമ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നറിയോ? ഒന്ന്, ഇതിൽ പ്രകോപിതരാവരുത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിലം വിട്ട് നമ്മുടെ നിലവാരം വിട്ടിട്ട് ഇടപെടലുകൾ നടത്തരുത്. രണ്ടാമത് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നറിയോ? രംഗം വിട്ട് പേടിച്ചോടരുത്. ഈ സബീറിനെ കുറിച്ചൊക്കെ ഇപ്പൊ യുദ്ധരംഗത്തൊക്കെ സബീറിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അവിടുത്തെ സബീർ എന്നറിയോ? ധീരമായി ഉറച്ചു നിൽക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് നിങ്ങൾ പേടിച്ചു മാളത്തിൽ ഒളിക്കുന്നോ രംഗം വിട്ടോടുന്ന പരിപാടിയില്ല. ധീരമായിട്ട് നിൽക്കണം, നിലപാട് കൊണ്ട് നിൽക്കണമെന്ന അതാണ് ക്ഷമ. അതോടൊപ്പം പരിധി വിട്ടു പോകരുത്, അതും ക്ഷമയാണ്. നിലവിട്ടു പോകരുത് എന്നും ക്ഷമയാണ്. തഖ്വ, അവിടെ തഖ്വ പാലിക്കണം, തഖ്വ മുറുകെ പിടിക്കണം. വാക്കിലും പ്രവൃത്തിയിലും നിലപാടുകളിലും പ്രതികരണങ്ങളിലുമുള്ള സൂക്ഷ്മതയാണ് ഇവിടെ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇൻ തസ്ബിറു വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇത് നമ്മുടെ വിഷയവുമായി കൂടി സാന്ദർഭികമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സംഗതിയെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരിയായ ഇസ്ലാമികവും ഈമാനികവുമായ ജീവിതം നയിച്ച് ജീവിച്ചു മരിച്ചു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ തമ്പുരാൻ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ നാഥ. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ദീർഘായുസ് നൽകണേ നാഥ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ നാഥ. മനഃശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു, സത്യം വിശ്വസിച്ചു, സത്യം മുറുകെ പിടിച്ചു, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്നതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കണേ തമ്പുരാനെ. അവരുടെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ശത്രുക്കൾക്കെതിരിൽ സത്യവിശ്വാസികളെ സഹായിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ നാഥ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ത്വയ്യിബ ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. മരണാനന്തരം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين. أقم الصلاة.